മാസ്റ്റർ സോദി ജോസ്, ബഹുമാനനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഉമ്മൻ തോമസ്, ആദരണീയായ എഇഒ ശ്രീമതി ഗീതാ പാൽ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, സമ്പൂജരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, ദേശനിവാസികളെ, ചാച്ചാ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ നമസ്കാരം. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായി ഇന്ന് ഭാരതമൊട്ടാകെ ശിശുദിനമായി ആഘോഷിക്കുകയാണ്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇതുപോലുള്ള റാലികളും പൊതുസമ്മേളനങ്ങളും ഇന്നത്തെ ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെ നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ ശിശുക്ഷേമം മുഖ്യ പരിപാടിയായി അംഗീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിലൂടെ മാത്രമേ രാഷ്ട്ര നിർമ്മാണം സാധ്യമാകൂ എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. 1889 നവംബർ 14 രാഷ്ട്രീയ പ്രവർത്തകനും അഭിഭാഷകനുമായ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായി അലഹബാദിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. കേംബ്രിഡ്ജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവായി മാറി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ജവഹർലാൽ നെഹ്റു 50 കോടി ഇന്ത്യൻ ജനങ്ങളെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പാതയിലേക്ക് നയിച്ചു. പാശ്ചാത്യ വീക്ഷണമുള്ള ഒരു ഇന്ത്യൻ മനസ്സിനുടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തൊപ്പിയിലെ 2 പൊൻതൂവലുകളായിരുന്നു ചേരിചേരാ നയവും പഞ്ചശീലങ്ങളും. സ്വതന്ത്ര ഇന്ത്യക്ക് തുടക്കത്തിൽ നേരിടേണ്ടി വന്ന ദാരിദ്ര്യം, വിശപ്പ്, അനാരോഗ്യം, നഗ്നത, അജ്ഞത, നിരക്ഷരത, മറ്റു നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നേതാവായി അദ്ദേഹം പെരുമാറി. നമ്മുടെ ഇന്ത്യക്ക് നെഹ്റുവിനെ മറക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മരിച്ചാലും ജീവിച്ചാലും അദ്ദേഹം ഇന്നും ജനഹൃദയങ്ങളിലൂടെ ജീവിക്കുന്നു. ആ മഹാനോട് കുട്ടികളായ ഞാനും നിങ്ങളും എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന കരുത്തുറ്റ വാഗ്ദാനങ്ങളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹമെന്ന് അദ്ദേഹം അങ്ങേ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചില നാളുകളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പല വാർത്തകളും നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതല്ലേ. മാതാപിതാക്കളുടെ ക്രൂര പീഡനത്തിനിരയായ ഷെഫീഖിന്റെ മുഖം നമുക്ക് മറക്കുവാൻ കഴിയുമോ? വിടരും മുൻപ് ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റിയ ബെന്നിന്റെയും ബെബിന്റെയും അഫ്സേനെയും ഒക്കെ ജീവിക്കുവാൻ കൊതിച്ച ശൈശവത്തോടും ബാല്യത്തോടും നാം എന്ത് കണക്ക് പറയും? പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ കുട്ടികളായ ഞാനും നിങ്ങളും ഇന്നായിരിക്കുമ്പോൾ